ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മളിതാ യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവിലാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുന്നിലത്തെ വർഷമൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത്തവണ ഹോസ്റ്റ് ചെയ്യണേൽ ഞാനും ഉണ്ട്. അത് ഭയങ്കര സ്പെഷ്യലാണ്. യൂട്യൂബിൻ്റെ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് പറയണത് അടിപൊളിയായിട്ടുള്ള ഫീലിംഗ് ആണ്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ല വൈബാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ, നമ്മളിങ്ങനെ യൂട്യൂബേഴ്സ് എപ്പോഴും കാണുന്നതല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോ ഇവന്റ്സ് ഉണ്ടാകുമ്പോഴല്ലേ കാണുള്ളൂ. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നത് അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യം. ഹോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കിതൊന്നും ചെയ്ത് പരിചയമില്ല, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് ഒട്ടും നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഔട്ട്ഫിറ്റ് സവാനയിൽ നിന്നുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ മുടി വെട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ്. ഇന്നലെ പോയി ഞാൻ ഷോർട്ട് ആക്കാന്ന് പറഞ്ഞു, പക്ഷെ ഇത്രയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ കുറച്ച് വെട്ടി വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് വെട്ടാം, കുറേ നാളായില്ലേ ഷോർട്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ട്, എനിക്ക് തലയിൽ ഒന്നും ഇല്ലാത്തൊരു ഫീല്. തലച്ചോറും കുറഞ്ഞു വന്ന സംശയമുണ്ട്. അതിൽ തല ഭയങ്കര ഒരു ലൈറ്റ് ഫീല്. മുന്നേ കുറെ കൂടി ഇത്ര ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഒരു വെയിറ്റ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് തുടങ്ങാം, വരൂ. നമുക്ക് ഒരു ഫിഷ് കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു റൗണ്ട് കഴിച്ചതായിരുന്നു, കുഴപ്പമില്ല. ഫിഷ് കട്ട്ലറ്റ് നല്ലതാണ്. അപ്പൊ ഹോസ്റ്റ് ചെയ്യുന്നതിന് മെയിൻ ഒരാളെന്ന് പറയുന്നത് രവീനയാണ്. നമ്മളിങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ, കുറെ ഇവന്റ്സിന് കണ്ടിട്ടില്ലേ? പിന്നെ ഒത്തിരി അതെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനൊക്കെ ആദ്യമേ തൊട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കുറച്ച് പുകഴ്ത്താം. അതാണ് രണ്ടും ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും പുകഴ്ത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ പുകഴ്ത്താന്നുള്ളത്. അപ്പൊ നിനക്ക് നെർവസ്നെസ് ഉണ്ടോ? എന്താ നെർവസ് ആണ്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അശ്വി ചേച്ചി, സുജിത് ഭക്തൻ, ഇവരുടെ രണ്ടുപേരും കൂടെ എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ശരിക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവളുടെ ക്രാഫ്റ്റ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ ഡാൻസിന്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. എനിക്കിത് ഇങ്ങനെ പോലെ ആക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യുന്നവരെ കാണും എനിക്ക് ഭയങ്കര കുശുമ്പ് വരെ തോന്നാറുണ്ട്. അത്ര അടിപൊളി ഡാൻസ്. എത്ര നല്ല ബ്യൂട്ടി ക്രിയേറ്ററാ, എനിക്ക് ഒരിക്കലും ആ ഒരു രീതിയിൽ പുകഴ്ത്തി ബാലൻസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. നല്ല ചൂടെടുക്കുന്നുണ്ട്. ചേച്ചി ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ സംസാരിക്കാൻ. ചേച്ചീനെ എത്ര കാലത്തിന് ശേഷം കാണുന്നെങ്കിൽ ഒരുപാട് സന്തോഷം. ചേച്ചി എന്താ വരാഞ്ഞേ ഇത്ര നാള്? പറയൂ, ഒരു ഉത്തരം പറയൂ. ഇപ്പൊ ഈ ശരിക്കും വരണം, ഇവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അങ്ങനെ സംഭവിച്ചു പോയി. ചേച്ചി ഒരു ഗ്രാൻഡ് പറയില്ല കേട്ടോ. ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നേ? ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ടാണ് ഒന്നിനും ടൈം കിട്ടാത്തത്. ശരിക്കും എനിക്കാണെങ്കിൽ അശ്വിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര എന്താ പറയാ, മൾട്ടി ടാലന്റഡ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ കുറച്ച് പേരിൽ ഒരാളെന്ന് റെസിപ്പീസൊക്കെയാണ് ഞാൻ കട്ടടിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്. അത് വേറെ കാര്യം. പക്ഷെ ഒരുപാട് സന്തോഷം ചേച്ചി കാണാൻ പറ്റും. ഇങ്ങനെ വരണം കേട്ടോ. തീർച്ചയായിട്ടും പോലെ വിളിക്കുന്നത് യൂട്യൂബിന്റെ ഇവന്റാണ്. യൂട്യൂബിന് എപ്പോഴും ഇതുപോലെ നമുക്ക് ഇവന്റ്സിൽ ഇൻവിറ്റേഷൻ കിട്ടാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും വന്ന് എല്ലാവരെയും ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് പ്രത്യേകിച്ച് സീനിയർ അല്ലേ. അതെ, ചേച്ചി 10 വർഷം കഴിഞ്ഞു. ഞാനിപ്പോ തുടങ്ങുമ്പോ സ്ഥിരം നോക്കിയിരുന്ന ഇപ്പോഴല്ലേ അങ്ങനെ നമ്മള് ലുക്ക് ഫോർവേഡ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പോൾ വന്നവരുടെയൊക്കെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അധികം വൈകാണ്ട് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അകത്ത് കയറാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. ഇങ്ങനെ സ്ക്രിപ്റ്റ് എന്ന് പറയിച്ചാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോ, 2 ഗെയിമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പറയാന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫോട്ടോ ബൂത്ത് പോലെ എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുക്കാനുള്ളതും, അവിടെ ഇങ്ങനെ ഒരുപാട് കൗണ്ടേഴ്സ് പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ ക്രിയേറ്റേഴ്സും വന്നിട്ട് നമുക്ക് ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ വിളിച്ചു സ്റ്റേജിലേക്ക്, ഞാൻ, സുജിത്ത്, രവീന കേട്ടോ. അപ്പോൾ നമ്മുടെ ബിഫോറും അതേപോലെ തന്നെ ആഫ്റ്റർ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ദൂരം മുന്നോട്ട് വന്നു, അതുപോലെ അത് എങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനത്തെ ഒരു ചെറിയ ടോക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 8-8.5 വർഷം മുമ്പത്തെ വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു. 9 വർഷം അയച്ചാലും ആ സമയത്തല്ല, അതിന്
തൊട്ട് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ഓഫ് ലൈക്കും ഡിസ്ലൈക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ സ്റ്റേജിൽ പറയുന്നുണ്ടായിരുന്നത്. 3.1 ലൈക്കും 3.1 ഡിസ്ലൈക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ യൂട്യൂബ് ഡിസ്ലൈക്ക് എടുത്ത് മാറ്റി, കാരണം അത് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജേണിയൊക്കെ നമ്മൾ ഷെയർ ചെയ്തു. അതിനുശേഷം ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗെയിമിൽ വിന്നറായിട്ടുള്ളവർക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. 2 ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ 2 വിന്നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവരവരുടെ ജേണീസും അതുപോലെ ഒരുപാട് ഇൻഫർമേഷനൊക്കെ എല്ലാ ക്രിയേറ്റേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റേഴ്സിനെ കാണാനോ അതുപോലെ കൊളാബ് ചെയ്യാനോ അങ്ങനത്തെ അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങളുണ്ട് യൂട്യൂബേഴ്സിന്. അതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നമുക്ക് മലയാളി മങ്കീസിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒരു പാട്ടില്ലേ, മാതാപിതാക്കളെ മാപ്പ്, അവരുടെ ബാൻഡ് കേട്ടോ. അത് അടിപൊളിയായിരുന്നു, വൈബ് പരിപാടിയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ നിന്ന് സെൽഫിയും ഫോട്ടോയും കുറേ വീഡിയോസൊക്കെ എടുത്ത് മൊത്തത്തിൽ അങ്ങ് കളർഫുൾ ആക്കി കേട്ടോ. ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉടുപ്പൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് രാവിലെയും മറ്റേ ബ്ലാക്ക് വൈകിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്തോ എനിക്ക് മാറി. എനിക്ക് തോന്നുന്നു ഒരുങ്ങി വരാൻ കുറച്ചുകൂടി ടൈം എടുക്കാൻ മറ്റേ ബ്ലാക്കിനാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ രാവിലെ ഇട്ടു. പക്ഷെ എല്ലാവരും പറയണ ബ്ലാക്ക് ആയിരുന്നു നല്ലത് എന്നുള്ളതാണ്. ഇപ്പൊ വൈകിട്ട് എനിക്ക് കുറച്ചും കൂടി അറിയാവുന്നവരാണ് കേട്ടോ കൂടുതലും വന്നിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ രാവിലെ ചെയ്ത കാര്യം തന്നെയാണ് നമുക്ക് വൈകിട്ടും ചെയ്യാനുള്ളത്. സെയിം അവതരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല കൂളായിരുന്നു. പിന്നെ ക്രിയേറ്റേഴ്സ് എല്ലാവരും അടിപൊളിയായിരുന്നു. നന്നായി കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ പറ്റുക. രസമായിരുന്നു കേട്ടോ. എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഹലോ, എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട്? അതെ അതെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വോയിസ് ഓവറാ ചെയ്യാറ്. അതെ, സ്ഥിരമായിട്ട്. അതെ, സ്ഥിരമല്ല. ഇങ്ങനെ ഞാന് നമ്മുടെ മലപ്പുറത്തും പിന്നെ ശരണ്യയുടെ ഇതിലൊക്കെ. അപ്പൊ ഞാൻ ഇവൻ അറിയാണ്ട് ഇവന്റെ ഇങ്ങനെ അതെല്ലാരും പറയാറുണ്ട്. ചേച്ചിയുടെ ഒളി ക്യാമറ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് സന്തോഷം ചേച്ചിയുടെ വോയിസ് ഓവർ അല്ലാത്ത ഒരു ഡയറക്റ്റ് വീഡിയോ വരാൻ പറ്റിയതില്. നിന്റെ ഡെയിലി വ്ളോഗൊക്കെ എങ്ങനെ പോകുന്നത്? നല്ലതായിട്ട് വന്നു. കാണാറുണ്ടോ? പിന്നെ അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ്. അല്ല, അത് ഏത് സെക്ഷനിലൂടെ ആണെന്നുള്ളത് ചേച്ചി ലൈഫ്, പേഴ്സണൽ ലൈഫും നമ്മുടെ ഈ പ്രൊഫഷണൽ ലൈഫ്, യൂട്യൂബ് ലൈഫൂടെ ഒരു ബാലൻസിൽ ഇത്ര നല്ലതായിട്ട് കൊണ്ടുപോകുന്ന വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. നന്ദി. ഞാൻ അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയെ കണ്ടൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചുമ്മല്ല പറയണത്. എനിക്കൊരു ടിപ്പ് ഒന്ന് ഇത് അവതരിപ്പിക്കാൻ. നീ ഇതില് പ്രോ അല്ലേ? നീ ഓൾറെഡി അവതരിപ്പിച്ചതല്ലേ? ഓക്കെ, ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഓളത്തിലങ്ങ് നിൽക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫണ്ണായിട്ടുള്ള സാധനങ്ങൾ കണ്ണി തടയുകയാണെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുക, അവിടെ അങ്ങനെ നടക്കുകയാണ്, ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ എന്താ പറയുക, ആൾക്കാരുമായിട്ടൊരു ഇന്ററാക്ഷനും കൂടെ വരുമ്പോ അത് ആൾക്കാർ കുറച്ചുകൂടി ലൂസാവും. നമ്മള് ജസ്റ്റ് മൈക്ക് പിടിച്ചെന്ന് സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ കണക്കെ ആയിപ്പോവും. വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നോട്ടല്ലേ അത് പോകുന്നത്. അപ്പോൾ ആ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു തോട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ വൈബിലേക്ക്, അതെ, നമുക്ക് ആ ഒരു വൈബിലോട്ട് കയറി ചെയ്യാൻ പറ്റും. പൊളിക്ക് ചേച്ചി, ഞാൻ എന്തായാലും കാണാറുണ്ട് ഇവിടെ. ശ്രീനന്ദന, ഇത് ഷിലോഗ്രാം. നമ്മുടെ ചാനലില് മുന്നേ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട്, ഞാൻ ചേച്ചിയെ കാണുന്ന ആദ്യമായിട്ട്. വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. എന്ത് ടൈപ്പാണ് ചെയ്യുന്ന വീഡിയോസ്? ഞങ്ങൾ രണ്ടുപേരും ക്യാബിൻ ക്രൂ, പക്ഷെ എന്നെ കണ്ടിട്ടില്ലല്ലേ. ഞാൻ ഇൻഡിഗോലാ. അപ്പൊ ഞാൻ ഒരുമിച്ച് ചെയ്യാറുണ്ടോ? മുമ്പ് ഒരുമിച്ച് ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെ ചായയുണ്ടോ? ഞങ്ങൾ ഒരു ദിവസം ജനിച്ചത് അൺഫോർച്ചുനേറ്റ്ലി രണ്ടുപേരും ക്യാബിൻ ക്രൂ ആണ് കേട്ടോ. എങ്ങനെ പോണു? നന്നായി പോകുന്നു. വളരെ സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. വേറെ ആളില്ല. എല്ലാ പ്രദേശം അറിഞ്ഞിരിക്കുന്നു. ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ.
ഒന്നില്. അയ്യോ ഒന്നൊരു എനർജി വരട്ടെ വേറെ ലെവലായിരിക്കും. ഹോസ്റ്റ് ചെയ്യണത് ആരാണ്? അപ്പോൾ ഈ സെഷന് ആദ്യമേ തന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മലയാളി മങ്കീസിൻ്റെ പാട്ടും അടിപൊളി വൈബും ഒക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ രാവിലത്തെ പോലത്തെ സെഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നേരത്തെ പോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ടോക്കും അതേപോലെ തന്നെ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ പോലെ തന്നെ 2 ഗെയിം, അപ്പോൾ അതേപോലെ വിന്നറിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ കേട്ടോ 2 സെഷനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിന് പങ്കെടുക്കാമല്ലോ. രാവിലെ അല്ലെങ്കിൽ വൈകിട്ടായിട്ട് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സെഷൻ തന്നെ 80 പേരോളം ഉണ്ടാവും കേട്ടോ ക്രിയേറ്റേഴ്സ്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി സംസാരിച്ച് വൈബ് ചെയ്ത് കുറേ ഗെയിമൊക്കെ കളിച്ച് കുറേ പേര് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഭയങ്കര ഇൻഫോർമേറ്റീവും ആണ്, അതേപോലെ തന്നെ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ കണ്ടുമുട്ടുമല്ലേ, അതിൻ്റെ ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പൊ ഇത് ആരാ നോക്കൂ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുജിത്തും ശ്വേതയും. നിങ്ങളുടെ പേരിൽ ഇത്ര മാച്ചിങ് അല്ലേ? അടിപൊളിയല്ലേ? എന്ത് തോന്നി സുജിത്തെ? നല്ല പരിപാടിയായിരുന്നു. അതെ നമ്മൾ തകർത്തു. അതെ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ ഓൺ എനർജിയില് നമ്മള് വന്ന ആൾക്കാരും അത്രയധികം എനർജറ്റിക് ആയതുകൊണ്ട് നമ്മൾ തകർത്തു. അടിപൊളിയായിരുന്നു. സുജിത്തിനെ കുറെ കാലത്തിന് ശേഷം കാണുന്നത്. പക്ഷെ ശ്വേതയായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറും മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യുടാ. ആന്റിയുടെ ചാനൽ ഒരു ഹായ് പറയോ? ഹായ് പറയോ? കളറേഴ്സ്. ശരി, അടുത്തോടെ കാണാം. Thank you so much. Thank you so much for coming. You did brilliantly. Thank you. Please do see it. It's like an infinity mirror. Wow. Like they have to. Can you help her with opening it, Hansa? There's a surprise. Wait for it. Okay. So this is a mirror, and then you can switch it on, and it turns into an infinity mirror. നോക്കൂ എന്ത് രസല്ലേ, ഇൻഫിനിറ്റി മിറർ. കണ്ടോ, നോക്കി 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 അതിന്റെ ഒരു അറ്റം കാണുന്നുണ്ടോ അവിടെ? ഇല്ല, ഇങ്ങനെ അറ്റം കാണുന്നുണ്ടോ? ഇല്ല, അതാണ് ഇൻഫിനിറ്റി മിറർ. Do you like it? Loved it. Thank you so much. This is the charger for this. Thank you. I hope Lovely. even the thank you card you can actually rotate it. It says a lot of things. So you start from thank you and then keeps going. Wow. ഇതിലിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടുന്നതല്ലേ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. യൂട്യൂബ് is the best. I was saying we are like putting on videos in different platforms. But then I should say that YouTube is the best. I agree to that 100%. Full support. Because the support YouTube gives for creator is like amazing. Yeah, it's all for you guys only. Yeah. Like we are doing it for you folks. It's just a platform that's helping. Forever grateful to YouTube and YouTube staffs, everyone. See you Thank you, Google. next year. Sure. Lovely meeting you. You too. Bye. Bye. You're so sweet, yeah. Same you also. Very sweet. ഇവര് രണ്ടുപേരോട് ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ തന്നെ മുഖം എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ ട്രെയിൻ പോണ പോലെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? എന്റെ ആണെങ്കിലും ഞാൻ വെള്ളി വീണ് പറഞ്ഞ് ലാസ്റ്റ് അത് കാണപ്പാടാവും, പച്ചവെള്ളാവും, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കൂ. അങ്ങനെ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ആ സമയം കൊണ്ട് അത് 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒറ്റ പറച്ചിൽ നിർത്തി കഴിഞ്ഞു. കറക്റ്റ് അങ്ങനെ തന്നെയാ. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു കുറെ സമയം എടുത്തിട്ടാണ് ചെയ്യാ. അതെ, രണ്ടുപേരുടെ ഇത് അടിപൊളിയാ. അവതരണം സ്പീഡ് ആവും. കാരണം പറഞ്ഞു നമുക്ക് നമ്മുടെ നാവിലത് വഴങ്ങി വരുമല്ലോ. പിന്നെ അതങ്ങനെ 3 പേരും അങ്ങനെയാ അല്ലെ? ഇങ്ങനെ ഒറ്റ ഇതിലങ്ങ് രവീണ ടൈം എടുക്കും. ഔട്ട്പുട്ട് വരുമ്പോ 3 ഒരൊറ്റ അടിപൊളി വൈബില് ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ശീലിച്ചതാണ് അല്ലേ? അതുകൊണ്ട് എന്റെ സംസാരം ഇപ്പൊ സ്പീഡായിട്ടുണ്ട്. നമ്മൾ വാട്സപ്പിലൊക്കെ വോയിസ് അയക്കൂലേ, അപ്പൊ എനിക്ക് 1.5 ഇട്ട പോലെയാണ് എന്റെ നോർമൽ സംസാരം. എന്റെ എന്തൊരു സ്ലോ ആണെന്നറിയാം. എല്ലാവരും എന്റെ 2x-ലിട്ടാ കേൾക്കാം. ഞാൻ തന്നെ കേൾക്കുമ്പോ ഓർക്കും ഇത് ഞാനിനി കൂട്ടി കണ്ടിട്ടേക്കുന്നത്. അല്ല, 1-ലാണ്, പക്ഷെ സ്പീഡ് കൂടുതലായിട്ടല്ലേ. അങ്ങനെയാ എന്റെ നോർമൽ. നീ പെട്ടെന്ന് ഒറ്റടിക്ക് ഒറ്റ ഇതില് അങ്ങനെ ഇടും. ലോങ് ഫോർമാറ്റ് ആണ്, അതും വോയിസ് ഓവറാ ചെയ്യുന്നത്.
ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഞാൻ ചെയ്യില്ല അല്ലെ? ഇരുന്ന് നോക്കിയിരുന്ന് ഇങ്ങനെ സംസാരിക്കും. ഇവരുടെ മുന്നിൽ വെച്ച് എഡിറ്റ് ചെയ്തു. അപ്പൊ ഒരു കഴിഞ്ഞു അപ്പൊ സംസാരിച്ച് ചെയ്യില്ല അല്ലെ? സംസാരിച്ചങ്ങ് ചെയ്യും. അല്ലടാ പിന്നെ വോയിസ് ഓവർ അല്ലേ വോയിസ് ഓവർ ആണ്. വോയിസ് ഓവർ എടുക്കുമ്പോ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ചുറ്റും ആരൊക്കെ ഉണ്ടെന്നോ ഒരു ഇതുമില്ല. ഞാനൊക്കെയാണെങ്കിൽ നോക്കും ആരൊക്കെ ഉണ്ടെന്ന് കൂടെ എന്തെങ്കിലും വിചാരിക്കും. ഇതങ്ങനെയല്ല, ഇപ്പൊ ഇവിടെ ഇരുന്നാണെങ്കിൽ ഇവിടെ വോയിസ് ഓവർ ചെയ്യും. ബേസിക്കലി നീ ഒരു എക്സ്ട്രോവേർട്ടും നീ ഒരു ഇൻട്രോവേർട്ടും ആണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ മിക്കവാറും ആംബിവേർട്സ് ആയിരിക്കും ചിലപ്പോ. അല്ല, നമ്മുടെ കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ആംബിവേർട്ട് എന്ന് പറയാം. നന്നായിട്ട് സംസാരിക്കും. ഒരു ടിപ്പ് കൊടുക്കുക, അധികം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ ഒരു യൂട്യൂബർ ആവണം, അതല്ലെങ്കിൽ യൂട്യൂബർ എന്നുള്ള രീതിക്കല്ല, എന്തെങ്കിലും നമുക്ക് ലൈഫിൽ ചെയ്യണം, ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരാളോട് എന്താ പറയാനുള്ളത്? സംസാരിച്ച് നമ്മൾ തന്നെ ശീലിക്കണം. ഇപ്പൊ എനിക്ക് ആദ്യം ആരോട് ഫേസ് ടു ഫേസ് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്, നേരത്തെ ലോങ് വീഡിയോ ആണ്, ഒരു 3 lakhs സബ് ഒക്കെ ആവുന്നവർ ഞാൻ ഫുൾ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെ സംസാരിച്ച് ഞാൻ എന്റെ ഫോണിനോട് സംസാരിച്ച് എന്റെ ആ ഒരു സംസാരത്തിന്റെ സംഭവം അങ്ങ് മാറ്റിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തു പോകുമ്പോഴും നമ്മളിപ്പോൾ ആളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പേടിയുണ്ട്. എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞ പേടിയുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു എന്താ ഒരു ബ്ലോക്ക് അങ്ങ് മാറിക്കിട്ടും സംസാരിക്കാനുള്ളത്. നമ്മളത് ശീലിച്ച് എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയാ. ഇപ്പോഴും എനിക്ക് പേടിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കുന്നതായിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനെയല്ല, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കണം, എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്. എന്തായാലും അടിപൊളിയാ. അപ്പൊ അതുകൊണ്ട് പാസ്റ്റ് നമുക്ക് നിനക്ക് എന്താ പറയാനുള്ളത്? എന്താ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല, പക്ഷെ നിനക്കത് അറിയുന്നുണ്ടാവില്ല അല്ലേ? എനിക്കറിയില്ല, ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഇത്രയും സംസാരിക്കുന്ന ഒരാള് ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓവറായിട്ട് സംസാരിക്കും. ഇങ്ങനെ ജഡ്ജ് ചെയ്യോ ആളുകള്? എന്തോ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ അങ്ങനെ ജഡ്ജ് ചെയ്യും ഒരുപാട്. ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ ജീവിക്കുകയാണ് യൂട്യൂബിൽ. അല്ല, അപ്പൊ യൂട്യൂബ് നല്ല നേരിട്ടും അങ്ങനെ ഹേറ്റും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, അങ്ങനെ ഇങ്ങനെ ഇത്രയും സംസാരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും എല്ലായിടത്തും 2 കൂട്ടർ ആൾക്കാരുണ്ടല്ലോ. നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അത് എല്ലാവർക്കും കാണും. സത്യം കാണും, ഇഷ്ടപ്പെടാത്തവരും. അങ്ങനെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നോക്കി മുന്നോട്ടങ്ങ് പോവുക. അത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ 2 സെഷൻസ് അവസാനിച്ചിരിക്കുകയാണ്. എന്റെ നിന്ന് എന്റെ കാലൊക്കെ കഴിച്ചു. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മളൊരു 5-10 ക്രിയേറ്റർ കളക്റ്റീവിന് പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമല്ല, നമ്മൾ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു, ചെന്നൈയിൽ പോയി. പക്ഷെ അത് ക്യാൻസലായി. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വർഷം എനിക്ക് പറയുമ്പോൾ പേടിയാവും, പക്ഷെ എന്നാലും പറയാണ്ടൊക്കെ പോയി അടിപൊളിയാണ്. നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൽ അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അതിനുശേഷം അധികം വൈകാണ്ട് തന്നെ ഇങ്ങനെ ഈ ഹോസ്റ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ കൂടുതൽ ചെയ്യണം, കൂടുതൽ നമ്മൾ റെസ്പോൺസിബിൾ ആവണം, കൂടുതൽ നല്ല കണ്ടന്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ഇങ്ങനെ പോസിറ്റിവിറ്റി ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക് യു. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, യൂട്യൂബ് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗതി എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. ഞാനിപ്പോൾ സ്റ്റേജിൽ പറയുകയും ചെയ്തു, സ്കൂളിലും കോളേജിലും സ്റ്റേജിൽ കയറുന്നത് പോയിട്ട് എനിക്കൊരു സമ്മാനം പോലും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ്. അവിടെ ടീച്ചേഴ്സിനൊന്നും എന്നെ അറിയുകൂടില്ല, ഒരു മൂലക്കിരിക്കുക, അങ്ങനത്തെ ഒരു ആളായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വല്ലപ്പോഴാണ് ഞാൻ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു അടിപൊളി ഫീലാണ്. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് വേണം പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സ്നേഹമുണ്ട് ഒരുപാട്. ഇപ്പം എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട് എൻ്റെ. അതേപോലെ ഇനി ഒരുപാട് വർഷം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.